ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ അടി തുടങ്ങി. ഇറാൻ അപ്പം തന്നെ ഹോർമൂസ് കനാൽ പൂട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങളുടെയൊക്കെ ഫ്ലോ അവിടെ നിന്നു. ഇപ്പോൾ ഇതാ ക്രൂഡ് ഓയിലിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്രോളിന് വില കൂടും, ഗ്യാസിന് വില കൂടും, ഡീസലിന് വില കൂടും, അരിക്ക് വില കൂടും, തക്കാളിക്ക് വില കൂടും, പച്ചമുളകിന് വില കൂടും, ഉള്ളിക്ക് വില കൂടും, എല്ലാ സാമഗ്രികൾക്കും വില കൂടും. അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അതിലും വലിയ ഒരു വിഷയം ഇതിൻ്റെ മറുഭാഗത്തുണ്ട്. ഇപ്പം അറ്റ് പ്രസൻറ്റ് തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഏകദേശം 37ഓളം കപ്പലുകൾ പെർഷ്യൻ കടലെടുക്കുന്ന ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അവർക്ക് ഇതിലൂടെ പാസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇറാൻ്റെ പെർമിഷൻ വേണം. ഇനി പെർമിഷൻ ഇല്ലാതെ പാസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇറാൻകാർ ചാമ്പും. അപ്പോൾ ജീവമായുള്ള ആരും അതിലൂടെ പാസ് ചെയ്യാൻ നിൽക്കില്ല. അപ്പോൾ ഇതിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിൽ നമുക്കിപ്പോൾ ഒരു നെഗോഷിയേഷൻ ടോക്ക് വേണം. അതിന് ഇന്ത്യക്ക് അറ്റ് പ്രസൻ്റ്ലി ആരാ ഉള്ളത്? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മുടെ വിദേശകാര്യ നയത്തിൻ്റെ ഫോറിൻ പോളിസിയുടെ ഗുണമേന്മ നമുക്ക് മനസ്സിലാകാം. പുരാതന നമ്മുടെ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യ ഒരു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെ പറയും. ഇന്ത്യയുടെ ഒരു പ്രത്യേകമായൊരു മിതത്വത്തിൻ്റെ ഒരു എന്തിൻ്റെയും ഒരു മിഡിൽ നിൽക്കുക എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു നമുക്കൊരു പോളിസി ഉണ്ട്. ആ പോളിസിയുടെ പേരാണ് ചേരി ചേരാ പോളിസി. അതായത് എത്ര വലിയ നമ്മുടെ സുഹൃത്ത് രാജ്യമായാലും ശത്രു രാജ്യമായാലും നമ്മുടെ രണ്ടിനും ഒന്നിനോടും കൂടുതലായിട്ട് ഇടകലർന്നും നിൽക്കില്ല, ആരോടും അധികം ദൂരവും പാലിക്കത്തില്ല. നമ്മൾ മിതമായ ഒരു രീതിയിൽ അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാണ്ട് നിന്നാൽ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് രാജ്യത്തിൻ്റെ നമ്മുടെ വിപണിയെ നമ്മുടെ മൊത്തത്തിലുള്ള ജനങ്ങളുടെ പൊതുജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളിലൊക്കെ ജനങ്ങളുടെ നന്മയെ ചൊല്ലിയാണ് ഇങ്ങനെ ഒരു മിതത്വം പണ്ട് മുതലേ നമ്മുടെ പല ഗവൺമെൻറ്റുകളും പാലിച്ചു പോകുന്നത്. അതാണ് നമ്മുടെ വിദേശകാര്യ നയം എന്ന് പറയുന്നത്. ഒന്നിനുമില്ല, അപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ദിരാഗാന്ധിയുടെ കാര്യം എടുക്കാം. 1980കളിൽ ഇവർ വന്നിട്ട് സോവിയറ്റ് യൂണിയൻ വന്നിട്ട് അഫ്ഗാനെ ആക്രമിക്കും. അന്നത്തെ കാലത്ത് സോവിയറ്റ് യൂണിയൻ നമ്മുടെ സുഹൃത്താണ്. എന്നിട്ട് കൂടി ഇന്ദിരാഗാന്ധി പറഞ്ഞെന്തറിയോ? അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു അക്രമം പാടില്ല എന്ന് അപലപിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടൽ ബിഹാരി വാജ്പേയിൻ്റെ കാര്യം എടുക്കാം. 2003 അമേരിക്കയുടെ ബുഷ് വന്നിട്ട് ഇറാഖ് ആക്രമിക്കുമ്പോൾ അടൽ ബിഹാരി വാജ്പേയി ചെയ്തത് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രമേയം പാസ്സാക്കി അപലപിച്ചിട്ടുണ്ട്. ഇനി ഇപ്പം അടുത്തെടുത്തോ, നമ്മുടെ മൻമോഹൻ സിംഗിനെ എടുത്തോ. മൻമോഹൻ സിംഗ് എന്താ ചെയ്തത്? നാറ്റോ സേനയുടെ നേതൃത്വത്തിൽ ലിബിയെ ആക്രമിക്കാൻ വന്നപ്പോൾ ഗദ്ദാഫി നമ്മുടെ വലിയ സുഹൃത്തൊന്നുമില്ല, എന്നിട്ടും പറഞ്ഞെന്താ അറിയോ? നിങ്ങളത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ അതിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ നയം. അങ്ങനെ ഒരു നയം ഇപ്പോൾ ഉണ്ടോ നമ്മുടെ കയ്യിൽ? ഉണ്ടോ?